സഭകളുടെയും മതസ്ഥാപനങ്ങളുടെയും ഭൂമികൾക്ക് നേരെയുള്ള സംഘപരിവാറിന്റെ നീക്കം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. വഖഫ് ബില്ലിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ദാനഭൂമികളും അവയുടെ ഭരണസമിതികളും നിയമപരമായി ദുർബലമാക്കിയ കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഭൂമിയിലേക്കാണ് കണ്ണോടിക്കുന്നതെന്നും MP പറഞ്ഞു. ക്രിസ്തീയ സഭകളുടെയും മതസ്ഥാപനങ്ങളുടെയും ഭൂമികൾക്ക് നേരെയുള്ള സംഘപരിവാറിന്റെ നീക്കം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. വഖഫ് ബില്ലിലൂടെ മുസ്ലിം സമുദായത്തിന്റെ ദാനഭൂമികളും അവയുടെ ഭരണസമിതികളും നിയമപരമായി ദുർബലമാക്കിയ കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ കത്തോലിക്ക സഭയുടെ ഭൂമിയിലേക്കാണ് കണ്ണോടിക്കുന്നതെന്നും MP പറഞ്ഞു. RSSന്റെ അനുബന്ധ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ രാജ്യത്ത് കത്തോലിക്ക സഭയ്ക്ക് 7 കോടി ഹെക്ടർ ഭൂമി ഉണ്ടെന്നത് വെറും കണക്കുകൂട്ടലല്ല, മറിച്ച് അതിലൂടെ സഭയെ ജനങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്താനും അസൂയയും സംശയവും വിദ്വേഷവും വളർത്താനുള്ള നീക്കവുമാണ്. ഇത്തരം ആരോപണങ്ങൾ അപരനിന്ദയായി മാത്രം കാണേണ്ടതല്ല, സംഘടനാപരമായ കയ്യേറ്റത്തിന്റെ തുടക്കമാണെന്നും MP പറഞ്ഞു. വഖഫ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ കേരള കത്തോലിക് ബിഷപ്പുമാരുടെ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി സഭയെ അനുകൂല ബദലായി ചിത്രീകരിച്ചായിരുന്നു BJP നേതാക്കളുടെ പ്രസ്താവന. എന്നാൽ ആ അഭിപ്രായത്തെ ഉപയോഗിച്ച് സഭയ്ക്കെതിരായ രീതിയിൽ പ്രവർത്തിക്കുന്നത് RSSന്റെ ഇരട്ടമുഖത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും MP പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.